ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ഹിന്ദി ചേംബർ. ഞാൻ ബാബു എൻ പനക്കൽ. ഇന്ന് നമ്മൾ കേരള സിലബസ് സ്റ്റാൻഡേർഡ് 8ലെ ഹിന്ദി പുതിയ ടെക്സ്റ്റ് ബുക്കാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ടെക്സ്റ്റ് ബുക്കിലെ യൂണിറ്റ് 3ലെ അഥവാ ഇക്കായി 3ലെ ലാസ്റ്റ് ചാപ്റ്റർ മേരി മാം എന്ന ഒരു പദ്യമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. പ്രസൂൻ ജോഷിയുടെ വളരെ പ്രസിദ്ധമായ ഒരു സിനിമ ഗാനമാണ്. താരെ ജമീൻ പർ എന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഗാനമാണ് നമുക്ക് ഇവിടെ ഫിലിമി ഗീതായിട്ട് പഠിക്കാൻ തന്നിരിക്കുന്നത്. നമ്മുടെ ക്ലാസ് ആദ്യമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവര് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്കൂളിൽ എപ്രകാരമാണോ ഇരുന്ന് ഹിന്ദി പഠിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെ ക്ലാസ്സും. അതായത് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെക്കുക. കയ്യിൽ ഇതുപോലെ ഒരു പെൻസിലോ പേനയോ കരുതുക. അറിയാൻ വയ്യാത്ത വേർഡിന്റെ മീനിങ് പറയുമ്പോൾ അണ്ടർലൈൻ ചെയ്യുക, മുകളിൽ എഴുതിയെടുക്കുക. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രസൂൺ ജോഷി 1968 സെപ്റ്റംബർ മാസം 16-ാം തീയതി ഉത്തരാഖണ്ഡിലെ അൽമോഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. അദ്ദേഹം ഹിന്ദിയിലെ കവിയാണ്, ലേഖകനാണ്, ഒരു പട്കഥാകാർ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. പിന്നെ അതേപോലെ സിനിമാ ഗാനരചയിതാവും ആണ്. അദ്ദേഹത്തിന്റെ താരെ ജമീൻ പർ എന്ന ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ വളരെ പ്രസിദ്ധമായ ഒരു ഗാനമാണ് മേരി മാം എന്ന് പറയുന്നത്. മേരി മാം എന്ന് പറയുന്ന ആ കവിത അല്ലെങ്കിൽ ആ സിനിമാ ഗാനം താരെ ജമീൻ പർ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അച്ഛനമ്മമാര് കുട്ടികളെ പഠിക്കാൻ വേണ്ടി ബോർഡിങ്ങിൽ ആക്കുക പതിവാണ്. അങ്ങനെ ഒരു കുട്ടിയെ ബോർഡിങ്ങിൽ ആക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും ആയിട്ട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് അമ്മയുമായിട്ടാണ് ആ കുട്ടിയെ ബോർഡിങ്ങിൽ ആക്കുമ്പോഴത്തേക്ക് അവന് ഉണ്ടാകുന്ന വിഷമതകളെ കുറിച്ച് ആണ് കവി പ്രസൂൻ ജോഷി ഇവിടെ മേരി മാം എന്ന ആ പാട്ടിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: मैं कभी बदलाता नहीं पर अंधेरे से डरता हूं मैं माम यूं तो मैं दिखलाता नहीं तेरी परवाह करता हूं मैं माम तुझे सब है पदा है न माम तुझे सब है पदा മേരി മാം. ഇങ്ങനെയാണ് ആ സിനിമയിൽ ഈ ഗാനം പാടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന അതിന്റെ മീനിങ് ഉൾപ്പെടെ നമുക്ക് നോക്കാം. മേൻ കഭി ബദലാത്ത നഹീം, ഞാൻ ഒരിക്കലും അമ്മയോട് പറയാറില്ല. പർ അന്ധേരെ സെ ഡർത്താ ഹും മേം മാം, അല്ലയോ അമ്മേ എനിക്ക് ഇരുട്ടിനെ പേടിയാണ് എന്ന് കാര്യം ഞാൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞിട്ടില്ല. യൂം തോമയും ദിഖലാത്താ നഹീം, അങ്ങനെയാണെങ്കിലും ഞാൻ ഒരിക്കലും അത് എൻ്റെ മുഖത്ത് ഞാൻ പ്രതിഫലിപ്പിച്ചിട്ടില്ല, ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല. തേരി പർവാ കർത്താഹും മേം മാം, ഞാൻ എപ്പോഴും അമ്മയെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. പർവാഹ് കർണ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക എന്നാണ്. തുച്ഛേ സബ് ഹേ പതാ, തുച്ഛേ എന്ന് പറഞ്ഞാൽ നിനക്ക് അഥവാ അമ്മയ്ക്ക് എല്ലാം അറിവുള്ളതാണല്ലോ. സബ് ഹേ പതാ, നിനക്ക് എല്ലാം അറിവുള്ളതാണല്ലോ മേരി മാം, എൻ്റെ അമ്മേ എന്നാണ് ആ ആദ്യത്തെ സ്റ്റാൻസയുടെ അർത്ഥം. അടുത്തത് ഇപ്രകാരമാണ്: ഭീഡ് മേം യു ന ഛോഡോ മുझे घर लौट के भी आ न पाऊं माम भेजना इतना दूर मुझको तू याद भी तुझको आ न पाऊं माम क्या इतना बुरा हूं मैं माम क्या इतना बुरा मेरी माम. ഇതാണ് രണ്ടാമത്തെ സ്റ്റാൻസ.
ഭീഡുമേം. ഭീഡ് എന്ന് പറഞ്ഞാൽ തിരക്ക്. ഇവിടെ തിരക്ക് എന്ന് പറയുന്നത് അമ്മയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ അവൻ വളരെ തിരക്കിലാണ് എന്നാണ്. യുംന ചോടോ മുച്ചേ, തിരക്കിലേക്ക്, ആൾക്കൂട്ടത്തിലേക്ക് എന്നെ അമ്മ അയക്കരുത്. ഘർ ലൗട്ട് കെ ഭി ആ ന പാവും, ഘർ ലൗട്ട് കെ ഭി ആ ന പാവും, വീട്ടിലേക്ക് തിരിച്ചു വരുവാനോ എനിക്ക് കഴിയുന്നില്ല അമ്മേ. എന്നെ ആ തിരക്കിലേക്ക് വിടല്ലേ, വീട്ടിലേക്ക് എനിക്ക് ലൗട്ടിന എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക, തിരിച്ചു വരുവാനും കഴിയുന്നില്ല. ഭേജിന ഇത്തന ദൂർ മുച്ചുക്കുത്തു, ഭേജിന അയക്കരുത്, ഇത്തന ദൂർ മുച്ചുക്കുത്തു, ഇത്രയ്ക്ക് ദൂരത്തേക്ക് എന്നെ അയക്കരുത്. യാദ് ഭി തുച്ചുക്കോ ആന പാവുമാം, അങ്ങനെ ഇത്രയും ദൂരത്തേക്ക് അയക്കുന്നത് കൊണ്ട് അല്ലയോ അമ്മേ, എനിക്ക് അമ്മയെ ഓർക്കാൻ പോലും കഴിയുന്നില്ല. അത്രയ്ക്കും അകലത്തിലാണ്. ഒരു കൊച്ചു കുഞ്ഞിന്റെ സത്യസന്ധമായ ആ ഒരു മറുപടിയാണത്. വളരെ ദൂരത്തേക്ക് എന്നെ അയക്കില്ലേ, ഇത്രയും ദൂരത്താണെങ്കിൽ എനിക്ക് അമ്മയെ ഓർക്കാൻ പോലും കഴിയില്ല. ക്യാ ഇത്നാ ബുരാ ഹും മേ മാം, അല്ലയോ അമ്മേ, ഞാൻ ഇത്രയ്ക്ക് മോശക്കാരനായിരുന്നോ? ക്യാ ഇത്നാ ബുരാ ഹും മേ മാം, അല്ലയോ അമ്മേ, ഞാൻ ഇത്രയ്ക്ക് മോശമായിരുന്നോ എന്നെ ഇത്രയ്ക്ക് ദൂരെ കൊണ്ടുപോയി ആക്കാനും വേണ്ടി മാത്രം. ക്യാ ഇത്നാ ബുരാ മേരി മാം, ഇത്രയ്ക്ക് മോശമായിരുന്നോ എൻ്റെ അമ്മേ. ഇതാണ് ആ ആദ്യത്തെ പേജിലുള്ള അത്രയും വരികൾ. ജബ് ഭി കഭി പാപ്പാ മുझे जोर जोर से चुला चुलाते हैं माम, मेरी नजर ढूंढे तुझे, सोचू में ही तू आके धामे की माम, उनसे मेम एकता नहीं, पर मेम सहम जाता हूँ माम, चेहरे पे आने देता नहीं, दिल ही दिल में घबराता हूँ माम, तुझे सब है पदा है न माम, तुझे सब है पदा मेरी माम. जब भी कभी പാപ്പ മുझे, അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ ജോർ ജോർ സേ ചുലാ ചുലാത്തേ ഹേ മാം, അച്ഛൻ എപ്പോഴെങ്കിലും എന്നെ വളരെ ശക്തിയായിട്ട് ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടുമ്പോൾ, മേരി നസർ ഢൂണ്ടേ തുझे, എന്റെ ദൃഷ്ടി അമ്മയെ അന്വേഷിക്കലാണ്. ഞാൻ അമ്മയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. എന്താ കാരണം? ശക്തിയായിട്ട് ഊഞ്ഞാലിൽ വെച്ച് ആട്ടുന്നത് എനിക്ക് പേടിയാണ്. അതുകൊണ്ട് ഞാൻ അമ്മയെ നോക്കും. എന്തിനാ അമ്മയെ നോക്കുന്നത്? സോച്ചു മെഹിത്തു ആകെ ധാമേകി മാം, ഞാൻ എന്നിട്ട് ചിന്തിക്കും അമ്മ ഓടി വന്ന് എന്നെ പിടിക്കും എന്ന്. അത്രയും ശക്തിയായിട്ട് ഊഞ്ഞാലിലാട്ടുമ്പോൾ എനിക്ക് പേടിയാണെന്നും ആ പേടിയായതുകൊണ്ട് അത്രയും ശക്തിയായിട്ട് ആട്ടല്ലേ എന്നും പറഞ്ഞ് അമ്മ വന്ന് പിടിക്കും എന്ന് ഞാൻ ഓർക്കും. ഉൻസേമേം ഏകതാ നഹി, ഞാൻ ആരോടും ഇത് പറഞ്ഞിട്ടില്ല, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മേ. പർ മേം സഹം ജാത്താഹും മാം, ഞാൻ അതെല്ലാം സഹിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പരിഭ്രമിക്കുന്നു എങ്കിലും അമ്മയോട് പറഞ്ഞിട്ടില്ല. ചെഹറപ്പി ആനെ ദേത്താ നഹി, എൻ്റെ മുഖത്ത് ഞാനത് പ്രകടിപ്പിച്ചിട്ടുമില്ല, എൻ്റെ മുഖത്ത് ഞാനത് പ്രകടിപ്പിച്ചിട്ടുമില്ല. ദിൽ ഹി ദിൽ മേ ഖബരാത്താ ഹൂ മാം, ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ അത് എനിക്ക് പേടിയാണ് എന്ന് ഞാൻ അമ്മയോട് അറിയിച്ചിട്ടില്ല. അമ്മയെ എനിക്ക് ശരിക്കും പേടിയാണ് എന്ന് ഞാൻ അമ്മയെടുത്ത് കാണിച്ചിട്ടില്ല.
തുച്ഛേ സബ് ഹേ പതാ ഹേ നമാം. അമ്മയ്ക്ക് എല്ലാം അറിയുന്നതല്ലേ. തുച്ഛേ സബ് ഹേ പതാ മേരി മാം. എൻ്റെ അമ്മേ, അമ്മയ്ക്കെല്ലാം അറിയാവുന്നതല്ലേ. ഓ मैं कभी बदलाता नहीं, पर अंधेरे से डरता हूँ मैं माम. यूं तो मैं दिखलाता नहीं, तेरी परवाह करता हूँ मैं माम. तुझे सब है पदा है नमा, तुझे सब है पदा മേരി മാം. ഈ വരികളുടെ അർത്ഥം നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസൂൻ ജോഷിയുടെ വളരെ പ്രസിദ്ധമായ മേരി മാം എന്ന ഈ ഫിലിമി ഗാനം ഇവിടെ വളരെ ഭംഗിയായിട്ട് ഈ ക്ലാസ് അവതരിപ്പിച്ചു. ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.